ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതൊരു ബീഫ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ചെറിയ ബീഫ് റോൾസ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മയോണൈസിൻ്റെയും അതേപോലെ കെച്ചപ്പിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പിന്നെ ഇഫ്താറിനൊക്കെ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അധികം മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത്രയും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബീഫ് റോളാണ്. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 വലിയ സവാള ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടി വന്നാൽ മതി. അത്ര കാര്യമായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണമെന്നൊന്നുമില്ല. സവാള ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് എടുക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതും കൂടെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡറാണ്. പിന്നെ മറ്റുള്ള മസാല ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. ഇത് ജസ്റ്റ് കുരുമുളക് പൊടി ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ മസാലയുടെ ഒപ്പം മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ വെച്ചിട്ട് കുറച്ച് ചെറിയ ചപ്പാത്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയിലേക്ക് പാകത്തിന് ഉപ്പും അതേപോലെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനും വെള്ളം കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. സാധാരണ ബീഫ് റോളും ചിക്കൻ റോളും ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്ലോറിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഇതിൽ മല്ലിയിലും അതേപോലെ ഗരം മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മുടെ റോളിന് ഉണ്ടാവുക. ഇനി മാവ് ഓരോ പോർഷനായിട്ട് കുറച്ച് ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ചെറിയ ചപ്പാത്തി ആക്കിയിട്ട് പരത്തിയെടുക്കുക. അധികം തിക്കായിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നൈസായിട്ട് ഇരുന്നാലാണ് ഏറ്റവും നല്ലത്. ഇത്ര വലുപ്പത്തിൽ കിട്ടിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് ഇതേപോലെ നീളത്തിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ റോൾ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി ഇതേപോലെ അതിൻ്റെ ടോപ്പിലും പിന്നെ അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതേപോലെ ഇങ്ങനെ ഓരോന്നും റോൾ ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇങ്ങനെ ഒട്ടി കിട്ടും.
പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് റോൾസ് എല്ലാം ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം, അതുവരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് റോള് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഇതേപോലെ റോൾസൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അത് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടച്ചുറപ്പുള്ളൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ റോൾസ് റെഡിയാക്കിയിട്ടുള്ളത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വെച്ച് കൊടുക്കണം. പിന്നെ നമ്മളങ്ങനെ കുക്ക് ചെയ്യാണ്ട് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയ സ്നാക്സൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ അതിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഫ്രീസറിൽ തന്നെ വെക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഏതൊരു സ്നാക്സ് ആയാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ചെയ്യുന്ന റോൾസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച വരെ കേടാവാതിരിക്കും. അപ്പോൾ നോമ്പിനൊക്കെ പ്രത്യേകിച്ച് അതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്